ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ സോണു സൂദിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ ഫണ്ട് സോഴ്സ് വളരെ രഹസ്യമാണ് എന്നുള്ളതാണ്. സോണു, താങ്കൾ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരെ അവരുടെ വീട്ടിലേക്ക് അയച്ചു, എല്ലാ സഹായം ചെയ്തു. ഇതെല്ലാം പണമില്ലാതെ നടക്കില്ല. ആ പണം എവിടെ നിന്നാണ് വന്നത്? അതെ സർ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇതൊക്കെ ചെയ്യാൻ വളരെ പൈസ വേണം. ഞാൻ ആരംഭിക്കുന്ന സമയത്ത് എനിക്കറിയാം ഇത് ജനങ്ങളുടെ കാര്യം ചെയ്യണമെങ്കിൽ പൈസ ഒരുപാട് ചിലവാകുണ്ടെന്ന്. ഏത് ലെവലാണോ ഡിമാൻഡ് വരുന്നത് ആ ഒരു ലെവലിൽ 2 ദിവസം പോലും ശരിക്കും സർവൈവ് ചെയ്യാൻ കഴിയില്ല സർ. അപ്പോൾ എനിക്ക് എന്താ തോന്നിയതെന്ന് വെച്ചാൽ ഇതൊക്കെ എങ്ങനെയാണ് നിർത്തി മാറ്റേണ്ടതെന്ന്. ഞാൻ ബ്രാൻഡിനെ കുറിച്ച് പറഞ്ഞില്ലേ, അപ്പോൾ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് ഇത്. അപ്പോൾ ഞാൻ പറയണമെങ്കിൽ ഞാൻ ഒരുപാട് ബ്രാൻഡ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്തു നിന്നൊക്കെ ഞാൻ ഡൊണേഷൻ മേടിച്ച് കൊടുത്തിട്ടുണ്ട് ഇവർക്ക്. ഞാൻ ഹോസ്പിറ്റൽസിന്, ഡോക്ടേഴ്സിന്, ടീച്ചേഴ്സിന്, കോളേജസിന്, ഞാൻ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന്, ഞാൻ ഈ എക്സ്പോർട്ടേഴ്സിന്, ഞാൻ എല്ലാ കമ്പനീസിനെയും ഇതിലോട്ട് ഞാൻ വരുത്തി എടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടി ഒരുപാട് പേർക്ക് ജോലി എടുത്തു കൊടുത്തിട്ടുണ്ട്. എൻ്റെ അപ്പിയറൻസ് വേണമെങ്കിൽ ഞാൻ അത് ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു കൊടുത്തേക്കും. അന്നപ്പോൾ എല്ലാം എളുപ്പത്തിൽ തന്നെ നടന്നു വന്നുകൊണ്ടിരുന്നു ഇങ്ങനെ ഒരുമിച്ച്. ഞങ്ങൾ എത്രയോ, അതായത് അന്ന് നോക്കുമ്പോൾ ഒരാളത് പറഞ്ഞിരുന്നു, നിങ്ങൾ ശരിക്കും ഒരു കാര്യം മാത്രം ചൂസ് ചെയ്താൽ മതി. ഒന്നെങ്കിൽ എഡ്യൂക്കേഷൻ, ഇല്ലെങ്കിൽ മെഡിക്കൽ, ഇല്ലെങ്കിൽ ജോബ് തിരഞ്ഞെടുക്കുന്നത്. കാരണം എല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ലെന്നാണ് പറഞ്ഞത് അവരെന്ന്. ഒരുപാട് NGOs എന്നെ വിളിച്ച് പറഞ്ഞു, നാട്ടിൽ 160 കോടി ആൾക്കാരുണ്ട്, നിങ്ങളെ കൊണ്ട് ഒരുപാട് ദിവസം സർവൈവ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അവരെന്റെ വീട്ടിലോട്ട് വന്നാൽ എന്നെ കൊണ്ട് നോ പറയാൻ പറ്റില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് നാട്ടില് ജമ്മു കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലത്തായിരുന്നാലും ശരി, ഒരു ചെറിയ ഗ്രാമം പോലും ആയിക്കോട്ടെ, അത് വേണമെങ്കിൽ എന്നെ കൊണ്ട് പഠിപ്പിക്കാൻ കഴിയും, എന്നെ കൊണ്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിയും, എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ജോബ് മേടിച്ചു തരാൻ പറ്റും. എനിക്ക് നിങ്ങളൊരു ഫോൺ മാത്രം വിളിച്ചാൽ മതി. ഇതാണ് താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. താങ്കൾ ഇത്രയും പേർക്ക് ബസ് ഏർപ്പാട് ചെയ്തു കൊടുത്തു, ധാരാളം പേർക്ക് ട്രെയിൻ ഏർപ്പാട് ചെയ്തു കൊടുത്തു. പിന്നെ താങ്കൾ വെബ്സൈറ്റിൽ എഴുതിയിരുന്നു 4000 കുട്ടികളെ കിർഗിസ്ഥാനിൽ നിന്നും കൊണ്ടുവന്നെന്ന്, കസാഖിസ്ഥാനിൽ നിന്നും, റഷ്യയിൽ നിന്നും, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. ആരെ കൊണ്ടൊന്നും പറ്റില്ലയോ, അതായത് ടിക്കറ്റിന് പോലും പൈസ ഇല്ലാണ്ട്. അല്ലാണ്ട് ഞാൻ എല്ലാവർക്കും ഒന്നും ചെയ്തു കൊടുത്തതല്ല ഇക്കാര്യം. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യ്, ഇല്ലാത്തവർ മാത്രമാണ് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞത്. അതിനുശേഷമാണ് കിർഗിസ്ഥാൻ, കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ജോർജിയ, ഫിലിപ്പീൻസ്, റഷ്യ, ഇവിടെ ഒരു ഫ്ലൈറ്റും പറന്നില്ല. എനിക്കൊന്നും തോന്നില്ല. അതായത് നാട്ടിൽ ഏതൊരു ഓഫീസും, അതായത് ആ നാട്ടിലുള്ള അംബാസിഡറായ ഒരു ഓഫീസിലുള്ള ആളുടെ അടുത്ത് ഞാൻ സംസാരിച്ചില്ല. ഞാൻ 24 മണിക്കൂർ ഈ പണി തന്നെ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. എയർലൈൻസിന്റെ പെർമിഷൻസ്, പിന്നെ വിളിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ തന്നെത്താൻ നടന്നു. പിന്നെ ഒരുപാട് ഫണ്ടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് അഫോർഡ് ചെയ്യാൻ പറ്റിയവർ അഫോർഡ് ചെയ്തു. താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ദിവസവും ഒരു 500-600 പേര് താങ്കളുടെ വീടിന് വെളി കാണും. ഓരോരുത്തർക്കും ഓരോ ഡിമാൻഡ് ആയിരിക്കും. അതെങ്ങനെ പൂർത്തീകരിക്കാൻ പറ്റും? ചിലർ പറയും വീട് കെട്ടിത്തരാൻ, ചിലർക്ക് ട്രാക്ടർ ആയിരിക്കും ആവശ്യമുള്ളത്. സോ ഇതിനെല്ലാം പണം ധാരാളം വേണ്ട. സർ, ചിലവ് ഉറപ്പായിട്ടും ആവും. ഞാൻ ഈ പറയുന്നതിന് ഒരു എക്സാമ്പിൾ പറയാം. അതായത് മറ്റേ ദുബായിൽ പോയിട്ട് ലാൻഡ് ആയ സമയത്ത് ഇമിഗ്രേഷനിൽ പോയപ്പോൾ ഒരു ജെന്റിൽമാൻ എൻ്റെ അടുത്ത് വന്ന് എന്താന്ന് പറഞ്ഞ വെച്ചാൽ, മൈ നെയിം ഇസ് മിസ്റ്റർ വിൽസൺ, ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ ഡയറക്ടറാണ്, കെൻ ഐ ഹാവ് എ സെൽഫി വിത്ത് യു എന്ന്. ഞങ്ങൾ സെൽഫീസ് ഒക്കെ എടുത്തിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് നല്ല പണിയാണ് ചെയ്യുന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ബാംഗ്ലൂരിൽ എൻ്റെ ബ്രാഞ്ചിൽ നിങ്ങളൊരു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരുന്നു, പിന്നെ കേരളത്തിൽ ഞങ്ങളുടെ ബ്രാഞ്ചിൽ നിങ്ങളൊരു ലിവർ ട്രാൻസ്പ്ലാന്റ് നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നല്ല കാര്യമാണ്, നിങ്ങൾ ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, സർ നാളെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ മീറ്റ് ചെയ്യാമെന്ന്. ബ്രേക്ക്ഫാസ്റ്റ് ദുബായിൽ മീറ്റിംഗ് വെച്ചിരുന്നു. അപ്പോൾ ഡയറക്ടേഴ്സ് ഒക്കെ വന്നിരുന്നു. അപ്പോൾ പറഞ്ഞത്, സാർ ഞങ്ങൾക്ക് നിങ്ങളുടെ ഇത്ര അപ്പിയറൻസ് ഒക്കെ ആവശ്യപ്പെടും, ഞങ്ങൾ ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആഡ്, നിങ്ങളുടെ ഫീസ് എത്രയാണ്, നിങ്ങൾ എന്താണ് വിചാരിക്കുന്ന ആഡിനെ കുറിച്ച്. സാർ ഞാൻ പറഞ്ഞു, നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്യുന്നത്, നിങ്ങൾ ബെസ്റ്റ് സർജറീസ് ചെയ്യുന്നുണ്ട് ഇവിടെ, എനിക്ക് ഫീസ് വേണ്ട, എനിക്ക് 1 രൂപ പോലും വേണ്ട, നിങ്ങൾ എനിക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് ഒരു 50% സ്പോൺസർ ചെയ്താൽ മാത്രം മതിയെന്ന്. ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് 28 ലക്ഷം രൂപയാണ്. അദ്ദേഹം എനിക്ക് 50 ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ് സ്പോൺസർ ചെയ്തത്. ഏകദേശം അതൊരു 12.5 കോടിയുടെ ലിവർ ട്രാൻസ്പ്ലാന്റ് ആയിരുന്നു സാർ എന്നത്. 19 ലിവർ ട്രാൻസ്പ്ലാന്റ് ഞങ്ങൾ ഇന്ന് ചെയ്തിട്ടുണ്ട് സാർ. ഇപ്പോൾ പിന്നെ ഞാൻ ഈ നാഷണൽ ചാനലിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പറയുവാണ്, ഇന്ന് നിങ്ങൾ എവിടെയുണ്ടെങ്കിൽ ഈ ലോകത്ത് ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം, അതായത് 200 രൂപയുടെ വർക്ക് ചെയ്യുന്ന ലേബേഴ്സ്, അവരുടെ പിള്ളേരെ കൊണ്ട് 18-20 ലക്ഷം രൂപയുടെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവരുടെ അടുത്തൊക്കെ ഒരു കാര്യം പറയണം, നിങ്ങൾക്കൊന്നും പറ്റിയില്ലെങ്കിൽ നാഷണൽ മീഡിയയിൽ പറയുവാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, അൽഡൂക. സോനു, താങ്കൾ ജനങ്ങൾക്ക് ഉത്തരം നൽകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആരെങ്കിലും ട്രാക്ടർ ചോദിക്കുകയാണെങ്കിൽ അത് നാളെ തന്നെ കിട്ടുമെന്ന് പറയും. ആരെങ്കിലും വീടിന്റെ റൂഫ് ശരിയാക്കണമെന്ന് പറഞ്ഞാൽ മറ്റന്നാൾ ശരിയാക്കാമെന്ന് പറയും. ആർക്കെങ്കിലും ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച അതിനുള്ള ഏർപ്പാട് ചെയ്യാമെന്ന് താങ്കൾ പറയും. ഇത്രയും സ്പീഡിൽ ദൈവം പോലും പ്രവർത്തിക്കത്തില്ല. സർ, ദൈവം കേൾക്കും. ഞാൻ ഇടയ്ക്ക് ഒരു മീഡിയേറ്റർ, അത്രേ ഉള്ളൂ. ഞാനത് ചെയ്യുന്നുള്ളൂ അദ്ദേഹം പറയുന്നത് അത്ര. പിന്നെ താങ്കളുടെ വെബ്സൈറ്റിൽ ഞാൻ കണ്ടിരുന്നു, താങ്കൾ എത്രയോ പേർക്ക് ട്രാൻസ്പ്ലാന്റിന് സഹായിച്ചിട്ടുണ്ട്, എത്രയോ പേർക്ക് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്.
എങ്കിൽ താങ്കൾ ഒരു സൂപ്പർമാൻ ആണോ അതോ റോബിൻ ഹുഡ് ആണോ? എവിടുന്നെങ്കിലും കൊള്ളയടിച്ചാണോ ഇതൊക്കെ കൊടുക്കുന്നത്? സർ, ഞാനൊരു കോമൺ മാനാണ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. സർ, ഞങ്ങൾ ഏകദേശം കോവിഡ് സമയത്ത് ഏകദേശം ഒരു 27 ലക്ഷത്തോളം ജനങ്ങളെയായിരുന്നു മീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓരോരുത്തരുടെ ആധാർ കാർഡും പാൻ കാർഡ് തൊട്ട് എല്ലാ റെക്കോർഡ്സും ഞാൻ ക്ലിയർ ആയിട്ട് അങ്ങനെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് സാർ. ഇന്ന് സാർ, അവരൊക്കെ ഈ പാവപ്പെട്ടവരാണ് സാർ. അപ്പം ഞാനത് കൊടുത്തപ്പോൾ അവർക്ക് അകത്തൊരു ഫയർ ഉണ്ടായി സാർ. നിങ്ങളത് തന്നു, വളരെ നന്ദിയുണ്ടെന്നും പറഞ്ഞു. നിങ്ങളൊപ്പം വർക്ക് ചെയ്യാൻ സന്തോഷമാണെന്ന് പറഞ്ഞു. പിന്നെ കോവിഡ് സമയത്ത് ഞങ്ങൾ ഈ മരുന്ന് കൊടുക്കാനായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇഞ്ചക്ഷനൊക്കെ എടുത്തുകൊണ്ടേ കൊടുത്തു. അപ്പോൾ എന്നെ വെച്ച് കേസൊക്കെ ഇട്ടായിരുന്നു. മറ്റുള്ളവർക്ക് പോലും ഇഞ്ചക്ഷൻ കിട്ടുന്നില്ല, ഇയാൾക്ക് മാത്രം എവിടെ നിന്ന് കിട്ടുന്നതെന്നും പറഞ്ഞു. സോ ഞങ്ങൾ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആയിക്കോട്ടെ, മരുന്നുകളായിക്കോട്ടെ, ഇഞ്ചക്ഷൻസ് ആയിക്കോട്ടെ, അതൊക്കെ എടുത്തുകൊണ്ട് ഏതൊരു സ്റ്റേറ്റ് ആയാലും ശരി, ഇപ്പോൾ ബീഹാർ, ജാർഖണ്ഡ്, UP പോലും ആയിക്കോട്ടെ സർ, ശരിക്കും പറയണമെങ്കിൽ പാവം അവരൊരു 50ഓളം കിലോമീറ്റർ മേലെ എടുത്തുകൊണ്ട് കൊടുത്തു. കാരണം പറഞ്ഞു, സോനി ചേട്ടാ നിങ്ങൾ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് ഒരാൾക്ക് ആവശ്യമാണ്, ഞങ്ങളത് എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. രാത്രി 2:30-3 മണിക്ക്, അതായത് ജനങ്ങൾക്ക് ടൈപ്പ് പോലും ശരിക്കും ചെയ്യാൻ അറിയില്ല. ഒരു ഫോട്ടോ മാത്രം വരും, അയാളുടെ കയ്യിലൊരു ചിലപ്പോൾ ഓക്സിമീറ്റർ ആയിരിക്കും, പിന്നെ ഓക്സിജൻ ലെവൽ ഒരു 52 ഒക്കെ ആയിരിക്കും. വേറെ ഒന്നും അയക്കത്തില്ല അവർ. ഹെൽപ്പിന് വേണ്ടി ഒരു റാൻഡം മെസ്സേജ് വന്നത്, ഞങ്ങൾ ആ രാത്രി തന്നെ അങ്ങോട്ട് നേരെ ഫോൺ വിളിച്ച് ഞങ്ങൾ ഹെൽപ്പ് ചെയ്തു. എന്തുകൊണ്ടാണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ, ആ സമയത്ത് ഞങ്ങൾക്കൊരു നെറ്റ്വർക്കിങ്ങിന് ക്രിയേറ്റ് ആയി വന്നു. ഇന്നും അതുകൊണ്ട് അങ്ങനെ തന്നെ. അവർ എത്രത്തോളം കഷ്ടപ്പെടുന്നവരാന്ന് വെച്ചാൽ ഇന്നും അവർക്ക് അതിന്റെ വാല്യൂ അറിയാം. എന്തുകൊണ്ടാണ് പോണെന്ന് വെച്ചാൽ അവർക്കറിയാം ഞാൻ മൂലം അവർ ഒരാളുടെ ഇങ്ങനെ കഷ്ടം മാറും എന്നുള്ള കാര്യം. സോണു, ചില ഗവൺമെന്റ് റെക്കോർഡ്സിന്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. താങ്കളുടെ കമ്പനിയെക്കുറിച്ചുള്ളതാണ്. 2020-21 താങ്കൾക്ക് 12,50,000 ഡൊണേഷനായിട്ട് കിട്ടി. അതെ സർ. പിന്നെ 2021 ഏപ്രിൽ തൊട്ട് സെപ്റ്റംബർ വരെ ഈ 3-4 മാസത്തിനുള്ളിൽ 20 കോടിയാണ് ഡൊണേഷനായിട്ട് കിട്ടിയത്. അതെ സർ. ഈ മാറ്റത്തിന്റെ കാരണം എന്താണ്? സർ, ഇതെങ്ങനെ മാറിയെന്ന് വെച്ചാൽ, ജനങ്ങൾ ഞാൻ ഈ ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിൽ 80% ഡൊണേഷൻ ഞാൻ ചെയ്തതാണ്. അതായത് ഞാൻ ഈ വലിയ ബ്രാൻഡുകളോട് ഡൊണേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. പിന്നെ അതിൻ്റെയൊക്കെ ഡോക്യുമെന്റ്സ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഇപ്പോഴും. ഓരോന്നും, അതായത് ഞാൻ ഇന്നോട്ട് നിങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ, അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഡൊണേറ്റ് ചെയ്യണം. ആ അംബാസിഡർ ആയിട്ടുള്ള പോലെ എല്ലാ ഡോക്യുമെന്റ്സും ഞാൻ മിച്ചം വയ്ക്കാണ്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് സാർ. എല്ലാം ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, ഫൗണ്ടേഷൻസ് ആയിക്കോട്ടെ, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ അങ്ങോട്ട് ഡൊണേറ്റ് ചെയ്താൽ മാത്രം മതി. സ്വന്തം ഡൊണേഷനിൽ നിന്നാണ് ഇതൊക്കെ വന്നത്. കാരണം ജനങ്ങൾക്ക് എൻ്റെ മേത്തൊരു വിശ്വാസം വന്നിട്ടുണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ, ഒരു അദ്ദേഹത്തിന് കയ്യിൽ പോയാൽ പോലും അത് കറക്റ്റായ സ്ഥലത്ത് പോകുന്നു. പിന്നെ ഞാൻ എല്ലാ സ്ഥലത്തും ഇതുവരെ പോയിട്ട് എനിക്ക് ഡൊണേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടുമില്ല. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുക, എന്തുകൊണ്ടാണ് ഈ നല്ല കാര്യം നിങ്ങൾ തനിച്ച് ചെയ്യുന്നതെന്നും പറഞ്ഞ്. അവർക്കും ചെയ്യാൻ ആഗ്രഹമുള്ളപ്പോൾ പറയും, ഞാൻ നേരെ ഹോസ്പിറ്റൽസിൽ കൊടുക്കുമെന്നും പറഞ്ഞ്. നിങ്ങൾ അപ്പോളോയിൽ പോയി സംസാരിക്കണം, മാക്സ് ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾ സംസാരിക്കണം. മാക്സിമം ജനങ്ങൾ തന്നെ ഒരുപാട് ഗസ്റ്റ് ആയിട്ട് വരാൻ പറഞ്ഞ് അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് ഡയറക്റ്റ് ചെക്ക് കൊടുത്തരും, ഞാൻ അത് വെച്ച് ആർക്കെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തോളാം. അവിടെ അഡ്വാൻസ് ആയിട്ട് തന്നെ പോയി ചെക്ക് ഇരിക്കും. അപ്പം ഞങ്ങൾ പേഷ്യൻസിനെ ട്രീറ്റ്മെന്റിനായിട്ട് അയച്ചേക്കും. സോ ഇങ്ങനെയാണ് സാർ ഇതൊക്കെ ഒരു നെറ്റ്വർക്കായിട്ട് ഫോം ആയത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കുബേരന്റെ ഖജാനയൊന്നും അല്ല ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഓടാനായിട്ട്. പക്ഷെ ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടും ഇരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പേരെ ഞാൻ ഇങ്ങനെ ഒരുമിപ്പിക്കണമെന്നും പറഞ്ഞ്. ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല സാർ. ഞാൻ ചിലപ്പോൾ എൻ്റെ വൈഫിൻ്റെ അടുത്തൊക്കെ സംസാരിക്കും. അതായത് പിന്നെ എൻ്റെ ഫാമിലിയുടെ അടുത്തും പറയും, ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും അറിയില്ല. ബട്ട് ഞാൻ ഇത് മാത്രമേ പറയത്തുള്ളൂ, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയില്ല എനിക്ക്. ഈ 20 വർഷത്തിൽ ഞാൻ 100-ലും മേളിലുള്ള ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒരുമിപ്പിച്ച് നോക്കിയാൽ പോലും ശരിക്കും ഇപ്പം ഞാൻ ചെയ്യുന്നതിൽ വെച്ച് ഒരു 1% പോലും ഇല്ലാതെ ഈ ലോകം ഒരു അടിപൊളിയാണ് സാർ. പക്ഷെ ഞാൻ അറിഞ്ഞത് ഒരു പ്രാവശ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് വന്നു. പറയൂ സാർ. ഒരു പയ്യൻ അവന്റെ ഗേൾ ഫ്രണ്ടിനോട് ചേർത്ത് വെക്കാൻ പറഞ്ഞു എന്ന് കേട്ടു. സാർ, സത്യം പറയണമെങ്കിൽ ഒരുപാട് പേരെ ഞാൻ ഒരുമിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനങ്ങനെ ഒരുപാട് പേരെ ചേർത്തിട്ടുണ്ട് സാർ. അതായത് ഇതൊരു വകയിലുള്ള ഒരു സോഷ്യൽ ആണല്ലോ. പിന്നെ മറ്റൊരു പയ്യൻ എഴുതിയെന്ന് കേട്ടു, അച്ഛനും അമ്മയും കുറച്ചാൾ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് അയക്കണമെന്ന്. നോക്കൂ സാർ, ജനങ്ങളുടെ ഒപ്പം എനിക്ക് ഇങ്ങനത്തെ ഒരു നല്ല ബോണ്ടിങ് ആണ് ക്രിയേറ്റ് ആയത്. ഞാൻ തന്നെയാണ് എൻ്റെ സോഷ്യൽ മെസ്സേജൊക്കെ എഴുതുന്നത്. എനിക്ക് അതിനുവേണ്ടി PR ഒന്നും ഒരുമിച്ചില്ല സത്യം പറയണമെങ്കിൽ. ഞാൻ തന്നെയാണ് ഒരു എമോഷണൽ എല്ലാം ക്രിയേറ്റ് ചെയ്ത് എഴുതുന്നത്. എനിക്കൊരു വിഷമം വരുമ്പോഴൊക്കെ. പിന്നെ എങ്ങനെയാണ് ഇതിന് ഉത്തരം നൽകുക? ഞാനൊരു മെസ്സേജ് കണ്ടിരുന്നു, വില്യംസ് ശരിക്കും അടിക്കുകയാണ്, അദ്ദേഹത്തെ പവനിലേക്ക് തിരിച്ചയക്കണമെന്ന്. അതെ സാർ, അത് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, ശരിക്കും എനിക്ക് അന്ന് ജനങ്ങളെല്ലാവർക്കും അറിയണം. അതായത് അവരൊരു മാച്ച് കാണാൻ പോവുകയാണെങ്കിൽ പോലും അവർക്ക് ഒരു സോനു സൂദ് എൻ്റെ അടുത്ത് ഇരിക്കുന്നതായിട്ട് ഒരു കരുതൽ വേണം. ഒരു ഭാര്യയും ഭർത്താവ് ഉണ്ടെങ്കിൽ അവർക്കൊരു ചെറിയ പ്രശ്നം വന്നാൽ പോലും അവരുടെ ഇടയിൽ സോനു സൂദ് ഹെൽപ്പിനായിട്ടുണ്ടെന്ന് കരുതണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. സോ ഐ ഫീൽ ദാറ്റ് ഇതൊരു നല്ല ഫീലിംഗ് ആണ് ശരിക്കും. അപ്പോൾ ഇതും വളരെ നല്ലൊരു ഫീലിംഗ് ആണ്. ഞാൻ വീട്ടിൽ കുടുങ്ങിയിരിക്കുകയാണ് സോനു സൂദ്, അതുകൊണ്ട് എനിക്ക് അർജന്റായിട്ട് ഒരു ബോട്ടിൽ ലിക്കർ വേണമെന്ന്. അതെ, ആ ഒരു ട്വീറ്റ് ഞാൻ കണ്ടിരുന്നു. അതായത് ലിക്കർ ബോട്ടിൽ വേണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഷോപ്പിലോട്ട് നീ തന്നെ പോ, നീ ചിലപ്പോൾ പാമ്പാവാണെങ്കിൽ നിന്നെ വീട്ടിലോട്ട് ഡോർ ഡെലിവറി ഒരാൾ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ മകൻ TV-യിൽ ഫിലിം കാണുകയായിരുന്നു. അതിൽ ഹീറോ സോനു സൂദിനെ അടിച്ചതുകൊണ്ട് അവൻ ആ TV തന്നെ തകർത്ത് കളഞ്ഞെന്ന്. സോനു സാർ പുതിയ TV ആവശ്യമുണ്ടെന്ന്.
അതിന് ഞാൻ ഉത്തരം കൊടുത്തതാണ് സാർ. ഒരുപക്ഷെ ടി വി ഇങ്ങനെ പൊട്ടുവാണെങ്കിൽ ഒരുപാട് ടി വി പൊട്ടുമ്പോൾ ജനങ്ങൾക്ക് ടി വി കൊടുക്കുന്നതായിരിക്കും എൻ്റെ ഒരു മെയിൻ പണി എന്നും പറഞ്ഞ്. അതേ സാർ, ആരോ പൊട്ടിച്ചു. ആന്ധ്രയിലാന്ന് തോന്നുന്നത് നടന്നത്. സാർ, അത് ദൈവമാണ് എനിക്ക് തരുന്നത്. അതെൻ്റെ എതിരിൽ തന്നെ ഉണ്ട്, നോക്കിയോളൂ. ഞാൻ ആരംഭത്തിൽ പറഞ്ഞില്ലേ സാർ, ഞാൻ പഞ്ചാബിൽ നിന്നാണ് വന്നത്. പേര് കിട്ടണം, ഒരു ആക്ടറായിട്ട് ജനങ്ങൾ എന്നെ മനസ്സിലാക്കണം, കാണുമ്പോൾ തന്നെ എന്നെ എളുപ്പത്തിൽ അടയാളം കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ്. പക്ഷെ ഒരു വട്ടം ഈ ലോകത്തിന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുവാണെങ്കിൽ ഇതിന് മേലെ നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ലെന്ന് തോന്നിയേക്കും. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ സാർ, ഞാൻ 2 സ്ഥലത്തായിരുന്നു ഇരുന്നത്. ഒരു ഫേസിൽ ഞാൻ ഷൂട്ടിങ്ങിലായിരുന്നു അന്ന്, കോവിഡ് ടൈമിൽ. പിന്നെ ആ സെറ്റിലോട്ട് വന്നു. പക്ഷെ അന്ന് ആ സെറ്റ് എനിക്ക് വളരെ ചെറുതായിട്ട് കണ്ടു സാർ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ദിവസം ഇതിൻ്റെ പിന്നാലെ അല്ല ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നതെന്ന്. ഇതിനു വേണ്ടി ഞാൻ ഇത്ര സ്ട്രഗിൾ ചെയ്തത്. ഞാൻ തേടി വന്നത് ഇതല്ലെന്നും പറഞ്ഞ്. സോ ഐ തിങ്ക് ദാറ്റ് അവേക്കിംഗ് ഓഫ് ലൈഫ് ഉണ്ടാവും സാർ. പിന്നെ ചില സമയം നിങ്ങൾക്ക് അത് തന്നെ ചെറുതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇന്ന് നിങ്ങളുടെ എതിരെ വന്ന് ഞാനിങ്ങനെ ഇരിക്കുന്നു.